ഓ എന്തൊക്കെയായിരുന്നു. ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കില്ല, സിനിമയൊന്നും റിലീസ് ചെയ്യില്ല, ജോലി പോയി, ഇനി വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കാം. എന്നിട്ടിപ്പോ എന്തായി? കണ്ടില്ലേ നമ്മുടെ ഹണി റോസ് മലാഹ കുഞ്ഞിനെ പോലെ ഇനാഗുറേഷന് പറന്നിറങ്ങിയത്. അതെ, ഇപ്പൊ എന്തായി? അപ്പൊ ഹണി റോസ് നല്ല ധൈര്യശാലിയാണ്. ഇനി എത്രയൊക്കെ ഈ ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിച്ചാലും ഈ പറയുന്ന ധൈര്യശാലികൾ എന്നും വിജയിക്കും. അവരൊരു ഹാർഡ് വർക്കറാണ്. അവരെ കുറിച്ച് എന്നിട്ട് എന്താ ജനത്തിന് വല്ല കുറവുണ്ടോ? പാലക്കാട് നഗരത്തെ ഇളക്കി മറിച്ചു. എവിടെ കമന്റോളികളൊക്കെ എവിടെ? എല്ലാരും നല്ലൊരു ഒളിഞ്ഞും തെളിഞ്ഞും മരത്തേലും ഒക്കെ കാണാനിരിപ്പുണ്ടായിരുന്ന ആൾക്കാരെ. അല്ല, ഈ ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് മുഴുവൻ മോശം കമന്റ്സ് ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. നിന്നെ ഇനി ആര് കാണാൻ വരാനാ, അതുപോലെ അത്തരത്തിൽ. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് സഭ്യമായ ഭാഷ തന്നെയാണ് പലരും ഉപയോഗിച്ചത്. കാരണം ഇനി ആ ഒരു പേടിയുണ്ട്. അല്ല, എന്നിട്ട് ആളിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? ഒരു കുറവുമില്ല. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഇരട്ടി അല്ലെങ്കിൽ അതിലധികം നല്ല സുന്ദരിയായിട്ട് നല്ല അല്ലേ, നല്ല മാലാഖ ഡ്രസ്സില് എന്ത് രസമായിരുന്നു അവരെ കാണാൻ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ചേട്ടന്മാര് പുരുഷ അസോസിയേഷൻ അണ്ണന്മാരൊക്കെ വന്ന് നിരന്ന് നിൽക്കുന്നത്. എന്നിട്ട് നേരിട്ട് പറയാൻ പറ്റാത്തതൊക്കെ അത് കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ ഹണി റോസിനെ ഒന്ന് നേരിട്ട് സംസാരിക്കുകയോ കാണുകയോ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കൊടൂര ഫ്രസ്ട്രേഷൻ കാരണമല്ലയോ യുവമാരൊക്കെ വന്നിരുന്ന് ഈ വൃത്തികെട്ട കമന്റുകളൊക്കെ പാസ്സാക്കുന്നത്. എന്ത് തന്നെയായാലും ബോബി ചെമ്മണ്ണൂരിനെ കളിയാക്കിയതിന്റെ പേരിൽ സത്യത്തിൽ എല്ലാവരും പേടിച്ചു. കാരണം അവരുടെ സിനിമയൊക്കെ റിലീസൊക്കെ മാറ്റി. സത്യത്തിൽ അതൊക്കെ വളരെ മോശം. എന്തിന്റെ പേരിലായാലും എന്തിനായിരിക്കും ഒരു പക്ഷേ ആ ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ ആയിരിക്കും റിലീസിംഗ് മാറ്റിയിട്ടുണ്ടാവുക. എന്തിനായിരിക്കും വിതരണക്കാർ അത് മാറ്റിയിട്ടുണ്ടാവുക? എന്ത് തോന്നുന്നു പൗർണമിക്ക്? അല്ല, മേ ബി ഇപ്പം ഈ ഒരു ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിൽക്കുവാണ്, അത് സിനിമയെ ബാധിക്കുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്തയായിരിക്കും. ഒരു അസംഷൻ ആയിരുന്നല്ലേ അത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കലയെ എപ്പോഴും നമ്മൾ ആ ഒരു കലാകാരിയുടെ അല്ലെങ്കിൽ അവരുടെ 100% ആ ഫിലിമിന് വേണ്ടി അവർ ചെയ്ത വർക്കിനോട് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഈ സിനിമ വിഡ്രോ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് പറയും, ഓ ഇയാൾ ബോച്ചയുടെ ആളായിരിക്കും, അല്ലെങ്കിൽ ബോച്ചയുടെ സിൽബന്തികൾ പൈസ കൊടുത്തിട്ട് ചിലപ്പോൾ വിഡ്രോ ചെയ്യിപ്പിച്ചായിരിക്കും ഒരു പക്ഷേ ഈ സിനിമ എന്ന് ഞാൻ ചിന്തിച്ചു. മറ്റൊരു വശവും കാണുമല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു അതായത് കൂടുതൽ ആളുകൾ രണ്ട് ഭാഗത്തും, അതായത് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇവരുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നത്. അപ്പൊ ഈ ഒരു റീസൺ കൊണ്ട് ഈ സിനിമ കാണാതെ പോയാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഒരു ചെറിയ തോതിലുള്ള ടെൻഷനൊക്കെ കാരണമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. സത്യത്തിൽ ഹണി റോസ് ഒരാൾക്ക് എനിക്കൊന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീജനക്ക് ഒരു മാതൃകയായി മാറിയിരിക്കും. വേറെ എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് മുൻനിര നായിക നടിമാർക്കൊക്കെ ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ WCCയുടെ കാര്യമല്ല പറയുന്നത്, അവർ സെപ്പറേറ്റ് വിങ് ആണല്ലോ. അല്ലാതെ ഒരുപാട് നല്ല നടിമാർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറയാതെ പേടിച്ചിരിക്കുന്നതിന്റെ റീസൺ ചാൻസ് നഷ്ടപ്പെടും. തങ്ങൾ ആ സിനിമയിൽ നിന്ന് കാസ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയിൽ നിന്ന് മാറ്റപ്പെടും. അല്ലെങ്കിൽ ഒരുപക്ഷെ വേണമെങ്കിൽ കത്രിക വെക്കാനും മടിക്കില്ല. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് ഒരുപക്ഷെ സെൻസർ ബോർഡിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, റിലീസിംഗ് ഇരിക്കുന്ന ചിത്രത്തിൽ നിന്ന് പോലും ആ സീൻ മാറ്റിക്കളയാൻ മടി ഉണ്ടാവില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ഇവരൊന്നും ഒരുപാട് മിടുക്കന്മാരായിട്ട് ഇന്ന് മലയാള സിനിമയിൽ വർത്തിക്കുന്നവന്മാർ നടക്കുന്നതിന്റെ കാര്യം. ഇതുപോലുള്ള പാവപ്പെട്ട നടിമാർ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സാക്രിഫൈസിന് വേണ്ടിയിട്ട് അവരുടെ സ്വത്വത്തെ മറച്ചു വെച്ചിരിക്കുന്നു. അതിലൊരു അപവാദം നമ്മുടെ അതിജീവിതം മാത്രമാണ്. എനിക്ക് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി അതിജീവിതം മാത്രമാണ്. അതാരും പ്രതീക്ഷിച്ചു. ഇന്നും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അതൊരു ദുഃഖ സത്യം തന്നെയാണ്. ഇന്നും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പല മാൽ പ്രാക്ടീസുള്ള കേസ് നടക്കുന്ന ഒരു പക്ഷെ അവർ ജയിക്കുമെന്ന് പോലും നമുക്കറിയില്ല. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഒരു കാര്യവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിനൊക്കെ മേളിൽ കയറി നിന്നുകൊണ്ട് ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി അവര് ധൈര്യപൂർവ്വം, അതായത് നമ്മളെല്ലാം ഭയക്കുന്ന, ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച്, ഈ ബോച്ചയെ കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വ്യാപാരിയെ കുറിച്ച്. അദ്ദേഹം ഒരു ടൈക്കൂൺ ആണ്, അതായത് ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള എന്തും ബിസിനസ് ടൈക്കൂൺ, കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ കുറെ പ്രവണതകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഡബിൾ മീനിങ്ങിൽ കളിയാക്കുക, ആരെയും ആണിനെയും പെണ്ണിനെയും വെറുതെ വിടില്ല. അതൊക്കെ പണത്തിന്റെ ഹുങ്കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരു സ്ത്രീ എന്ന നില, പച്ചയായ ഒരു സിനിമാ നടി എന്ന നിലയിലല്ല ഒരു പരാതി കൊടുത്തു, ഒരു പച്ചയായ സ്ത്രീ എന്ന നിലയിൽ, സ്വാഭിമാനമുള്ള അഭിമാനമുള്ള പച്ചയായ സ്ത്രീ എന്നുള്ള ഒരു പരാതി കൊടുത്തു. അതിന് എന്തൊക്കെയായിരുന്നു ഇവന്മാര് കിടന്നപ്പോ ഈ മെൻസ് സോഷ്യൽ പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ, എത്ര പേര്, എത്ര ആളുകൾ, ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടായത്. അതായത് സ്വാഭാവികമായിട്ടും അവർക്ക് മുറിവേറ്റു. അവര് നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ കടമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അതിന് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. അതിനെ എതിർത്തുകൊണ്ട് എത്രയോ പേര്, അത് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ടീം വരുന്നു, പിന്നെ രാഹുൽ ഈശ്വർ കടന്നു വരുന്നു. അതെ, രാഹുൽ ഈശ്വർ പിന്നെ അറിയാലോ എന്ത് എതിലെ പോയ. രാഹുൽ ഈശ്വർ വലിയ വിവാദമൊന്നും, ശബരിമല വിവാദമൊക്കെ കെട്ടടങ്ങിയിരിക്കുവായിരുന്നല്ലോ. ഇപ്പൊ കുറെ വിവാദമൊന്നും ഇല്ല, പുള്ളി അതിൽ കയറി അങ്ങ് പിടിച്ചു. അതെന്തായാലും അതിപ്പോ എത്തി നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ ഷാരോൺ വധ കേസിന്റെ പാലാഭിഷേകത്തിന്റെ കേസിലാണ് എത്തി നിൽക്കുന്നത്. അതെന്തായാലും
എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഹണി റോസിനെ കൊണ്ട് കുറെ അധികം ആൾക്കാർ പ്രശസ്തരായി. ഈ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിട്ടും ഹണി റോസ് അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. അവർ പലവട്ടം സോഷ്യൽ മീഡിയയിൽ ആദ്യം വളരെ മാന്യമായിട്ടുള്ള കുറിപ്പിടുന്നു, അതിനുശേഷം രണ്ടാമത് ആ കുറിപ്പ് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ വ്യാപാരി ആവാം, എനിക്ക് എന്തും പറയാം, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെ പുള്ളി അത് റിവീൽ ചെയ്യുന്നു. ഓക്കെ, പുള്ളിക്കാരി അവിടെ പേര് പോലും മെൻഷൻ ചെയ്തില്ലായിരുന്നു. ഓക്കെ, അത് താൻ തന്നെയാണെന്നുള്ള തുറന്നു കാട്ടുന്നു. അപ്പോൾ വീണ്ടും അധിക്ഷേപം സഹിക്കാൻ വയ്യാതെ അവർ പരാതി കൊടുത്തു. അതിനകത്ത് കാര്യമുണ്ടെന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ട് എത്ര നാള് അത്രയും ദിവസം ജയിലിൽ, ഇത്രയും വലിയ ബിസിനസ് ടൈക്കൂൺ ആയിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ഒന്നും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്. പൊതുജനം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല എന്നല്ല, ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞു. അവരെപ്പോഴും വരുന്ന അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് വേഷത്തിലാണ് അവർ ഇപ്രാവശ്യം ഉദ്ഘാടനത്തിന് വന്നിരുന്നത്. ജനത്തിന് എന്തെങ്കിലും ഒരു കുറവ് അവിടെ സംഭവിച്ചിരുന്നു. അതായത് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കമന്റോളുകൾ പറയുന്നത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യത്തെ അവർ ചെയ്ത ഉദ്ഘാടനത്തിന് ഒരു പൂച്ചക്കാളി പോലും വരാൻ സാധ്യതയില്ല. അതായത് അവിടെ ഒരു മരുഭൂമിയായി മാറിയിട്ടുണ്ട്. അതായത് അവരെ വിളിച്ച് അവരും എന്താ പറയാ അഭിനന്ദനം അർഹിക്കുന്നവരാ. അതെ, തീർച്ചയായിട്ടും അവരും ഒരു ധൈര്യം. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസ്ക് ആണ്. കാരണം അങ്ങനെ ഒരു ചിന്തയാണോ ഈ വ്യാപാര വീപന്മാർക്ക്, കാശുകാരായ പുരുഷവർഗത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളരെ സെലിബ്രിറ്റി ആൻഡ് റിച്ച് ആയിട്ടുള്ള പുരുഷവർഗത്തിന് തോന്നുന്ന ഒരു തോന്നലുണ്ടുള്ളിൽ, ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തുവാവാം, ഞങ്ങളെ ആരും ഇങ്ങനെ എതിർക്കാൻ പാടില്ല, എതിർത്താൽ ഞങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നൊരു ഭീതി ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറച്ചിട്ടുണ്ട്. ആ ഒരു ഭീതിയാണ് ഹണി റോസ് പൊട്ടിച്ചു പുറത്തോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും അവർക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം, അല്ലെ? ഒരു കയ്യടി. ഒരുപാട് സ്ത്രീകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യമാണ് അവർ ചെയ്തത്. അത് ഈ പറയുന്ന ബിസിനസ് ടൈക്കൂൺ എന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചാൽ അതിനകത്ത് കയറി ആർക്കും എന്തും പറഞ്ഞിട്ട് പോകാനുള്ള ഒരു ലൈസൻസ് അല്ല അതെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. ഒന്ന് ചെറുതായിട്ടെങ്കിലും ഇപ്പൊ പേടിക്കുമല്ലേ? തീർച്ചയായും. ഇപ്പൊ അസാൻ ഇന്റർവ്യൂ, ഞാൻ കുറച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, കുറച്ചധികം നാളുകൾ എയറിലുള്ള ഒരാളാണ്. അപ്പൊ എന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വളരെ മ്ലേച്ഛകരമായ കമന്റ്. പക്ഷെ ഞാനത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിയുടെ കളയുന്ന ഒരു മൈൻഡ് സെറ്റ് എനിക്കുള്ളത് കൊണ്ട് ഞാനതങ്ങ് കളയും. പക്ഷെ അപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ഇവരുടെ കുടുംബത്തിലിരിക്കുന്നവരെയോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അവരുടെ അച്ഛനെയോ അമ്മയോ കുടുംബക്കാരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെ ആരെയും ബാധിക്കുന്ന കാര്യമില്ല. ഞാനും ആ പ്യൂർ ആയിട്ടുള്ള ഗസ്റ്റും തമ്മിൽ മാത്രം നടക്കുന്ന ഒരു സംഭാഷണം. ഇത് ലോകത്തെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ ഡ്രസ്സ് ഇതിനൊരു സ്യൂട്ട് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു വാക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇയർ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഈ രീതിയിൽ മാറ്റണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി, അതൊക്കെ ഓക്കെ. പകരം എന്റെ അച്ഛനെയും അമ്മയെയും എന്റെ സഹോദരങ്ങളെയും എന്റെ സുഹൃത്തുക്കളെയും ഇനി എന്നെ തന്നെയോ അങ്ങ് ഞാൻ കേൾക്കാത്ത തെറികൾ പറഞ്ഞിട്ടാണ് എന്നെ ഏറുന്നത്. നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരോ പെർഫെക്റ്റ് ആയിട്ടുള്ളവരോ അല്ല. ഇപ്പൊ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സജഷൻ ഉണ്ട്, അല്ലെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിരിക്കുന്ന കാര്യം പ്രെഡിക്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചീത്ത വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അശ്ലീലമായിട്ടുള്ള കമന്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നാൽ കുറച്ചുകൂടെ നന്നായനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ കൂടി എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു മാന്യത അന്തസ്സുണ്ട്. അങ്ങനെ പറഞ്ഞ ഞാൻ പറയാം, ഒരു 100 ഒരു 2000-3000 കമന്റ്സ് ആയിരിക്കും എന്റെ ഇന്റർവ്യൂവിന് താഴെ വരുന്നത്. അപ്പോൾ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ എന്തോരം 10,000 ലക്ഷക്കണക്കിന് കമന്റ്സ് ആയിരിക്കും വരിക. അതിൽ ഒരു 10% ആൾക്കാർ ഈ പറയുന്ന സാധനങ്ങൾ ചെയ്യാറുണ്ട്, നല്ല രീതിക്ക് അംഗീകരിക്കാറുണ്ട്. ഇത് തന്നെ ആയിരിക്കും ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇന്നും ചോദിക്കുന്ന ഒരു ബിക്കിനിയിട്ടല്ല ഇനാഗുറേഷന് വരുന്നത്. അവര് വളരെ സഭ്യമായ ദേഹം മുഴുവൻ മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണത്തിലാണ് ഞാൻ എല്ലായ്പ്പോഴും അവരെ ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇനാഗുറേഷനിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ജ്വല്ലറികളോ എന്തും ആയിക്കോട്ടെ, ഹണി റോസിനെ വിളിക്കുന്നത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും പർപ്പസ്ഫുള്ളി അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് വിളിക്കുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് വേറെ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആ ഇനാഗുറേഷനോട് കൂടി ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവനും ആ ജ്വല്ലറിയുടെ ബ്രാഞ്ചോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റൈൽസിന്റെ ബ്രാഞ്ച് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അറിയപ്പെടും. ബിക്കോസ് ഇനാഗുറേറ്റർ ആരാണ്? ഹണി റോസ് ആണ്. അതുകൊണ്ടാണ് അതാണ് ദ പവർ ഓഫ് ഹണി റോസ്. അതാണ്. അപ്പോ ഹണി റോസ് വെറും ഒരു ഇനാഗുറേഷനോ അല്ലെങ്കിൽ ചലച്ചിത്രതാരോ മാത്രമല്ല, അവർ സ്ത്രീ ശക്തിയുടെ ഒരു പ്രതീകം കൂടെയാണ്. സ്ത്രീ എന്തും ഏത് വൃത്തികെട്ടവനിൽ നിന്നും ഏതൊരു വൃത്തികെട്ട വാക്കും കേട്ട് അടിമയെ പോലെ തലകുനിച്ചിരിക്കേണ്ടവളല്ല, അവർ അന്തസ്സോടുകൂടി അധ്വാനിച്ച് കഴിയുന്നവളാണെന്നതിന്റെ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് അവർ ഈ പരാതി കൊടുത്തത്. അവർ ഇന്നും തലയുയർത്തി പിടിച്ച് ഉദ്ഘാടനത്തിന് വന്നു. അവരെ വിളിച്ച ആ ഒരു വ്യാപാരികൾക്കും ഒരുപാട് നമുക്കൊരു കയ്യടി കൊടുക്കേണ്ടതാണല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയും ഇനിയുള്ള മുന്നോട്ടുള്ള ഹണിയുടെ ആ ഒരു വെഞ്ചേഴ്സിന് നമ്മൾ ഒരുപാട് ബെസ്റ്റ് വിഷസ് നേരുന്നു.